യൂട്യൂബിലെ എല്ലാ വീഡിയോയിലും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത്ര SIP ഇട്, 15% റിട്ടേൺ കിട്ടും, ഇത്ര വർഷം കൊണ്ട് 1 കോടിയാകും. ആ കണക്കിപ്പോൾ തെറ്റാണ്. എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി എവിടുന്നാണ് ഈ 15% വരുന്നത്? GDP ഗ്രോത്തിലെ 8 to 9%ഉം ഇൻഫ്ലേഷൻ്റെ 6%ഉം അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ 15%. പക്ഷേ ഇന്ന് GDP ഗ്രോത്ത് 7.7% ആണ്, ഇൻഫ്ലേഷൻ 4.45%ഉം അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 12% ആണ്. പിന്നെ അടുത്ത വർഷം GDP ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് 6.7%ലേക്കാണ്. ഈ 12% എന്നുള്ളത് തിയറിയിൽ മാത്രമാണ്. ശരിക്കും കമ്പനികൾ എന്താ ചെയ്തതെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ഏർണിംഗ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിരുന്നത് 15% ആയിരുന്നു, പക്ഷേ കിട്ടിയത് 3.4% മാത്രം. ഈ വർഷം കിട്ടിയത് 4.5%ഉം. നിഫ്റ്റി ഇപ്പോൾ 2 വർഷത്തെ മുൻപത്തെ സ്ഥലത്തിലും താഴെയാണ്. അതുകൊണ്ട് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗിലൂടെ ഇത്ര വർഷത്തിനുള്ളിൽ 1 കോടി എത്താമെന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട. കാരണം ഇൻഡെക്സ് എന്നത് തന്നെ എക്കണോമിയാണ്. രാജ്യത്തിനേക്കാൾ വേഗത്തിൽ അതിന് വളരാൻ പറ്റില്ല. പക്ഷേ 4000 കോടി രൂപയുടെ ഒരു കമ്പനി എക്കണോമി അല്ല, അതിന് ആ നിയമങ്ങളും ഇല്ല. നമ്മുടെ റിട്ടേൺ എക്സ്പെക്ടേഷൻ കൂട്ടാനായിട്ട് 3 റൂൾസ് നമ്മൾ പാലിക്കണം. 1, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 5-ന് താഴെ മാത്രമേ സ്റ്റോക്സ് ഉണ്ടാവാൻ പാടുള്ളൂ. 2, ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി സ്മോൾ ക്യാപ്പ് ആയിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സ്മോൾ ക്യാപ്പ് കമ്പനി എല്ലാ ക്വാർട്ടറിലും കോൺഫറൻസ് കോളും പ്രസന്റേഷൻ തരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് ആ കമ്പനിയെ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3-മത്തത്, ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ട്രെൻഡിങ് സെക്ടറിലായിരിക്കണം. ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 20% വൈപ്പ് ഔട്ട് ചെയ്യും, പക്ഷേ ഒരു 5 ബാഗർ അത് ഡബിളും ചെയ്യും. അതാണ് ട്രേഡ്. നമുക്ക് എല്ലാവരും പറയുന്ന അതേ പ്ലാൻ ഒന്ന് എടുത്തു നോക്കാം. 20,000 ഒരു മാസം, 12 വർഷം, 15%, 1 കോടി കടക്കും. 12%-ൽ നിങ്ങൾ അവിടെ എത്തില്ല, 96 ലക്ഷത്തിൽ എത്തും. എന്നിട്ടും 15% പറയുന്നവർ അത് ഇതേവരെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.